ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ടെക്സ്റ്റൽ മെത്തേഡ്, എന്താണ് കോണ്ടെക്സ്റ്റൽ മെത്തേഡ് എന്നതാണ്. ടെക്സ്റ്റൽ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ടെക്സ്റ്റിലുള്ളത് എന്താണോ അത് അപ്പടി വായിക്കുക, അത് അങ്ങനെ തന്നെ വായിക്കുക. സന്ദർഭത്തിനനുസരിച്ചോ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ചോ മാറ്റം വരുത്താതെ അത് ഇപ്പോൾ അതിലുള്ള വാക്കുകൾ എന്താണോ അതിൻ്റെ അർത്ഥം കണ്ടെത്തുക. അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത് ഒരു തവണ വായിക്കൽ കൊണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് വീണ്ടും വായിച്ചു നോക്കുക. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലാറ്റോ എന്നൊരാളുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. അദ്ദേഹത്തിൻ്റെ കുറേ പൊളിറ്റിക്കൽ പുസ്തകങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റിപ്പബ്ലിക് എന്ന പുസ്തകം. ആ പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ ആ പുസ്തകത്തിലുള്ളത് വായിക്കുക. ഇനി അത് മനസ്സിലാകുന്നതിൽ ഒന്നുകൂടി വായിച്ചു നോക്കുക. റീഡ് ആൻഡ് റീഡ്. ഇനി ഒരിക്കൽ കൂടി എന്നിട്ടും മനസ്സിലാവുന്നില്ല എങ്കിൽ പ്ലാറ്റോൻ്റെ തന്നെ മറ്റു പുസ്തകങ്ങൾ വായിക്കുക. അപ്പോൾ അതിലൂടെയെങ്കിലും ഈ പ്ലാറ്റോയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം, അവരുടെ ഈ എഴുത്തിലുള്ള ആശയം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് വേറെ പുസ്തകങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്ലാറ്റോൻ്റെ മറ്റു പുസ്തകങ്ങളാണ് വളരെ പ്രശസ്തമായതാണ് റിപ്പബ്ലിക്, മറ്റൊരു പുസ്തകമാണ് ജോർജിയ, മറ്റൊന്നാണ് ലോസ്, മറ്റൊന്നാണ് സ്റ്റേറ്റ്സ്മെൻ. ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ റിപ്പബ്ലിക് എന്ന പുസ്തകം കൂടുതലായി മനസ്സിലാക്കാൻ കഴിയും. അഥവാ ഒരു ടെക്സ്റ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു വായനക്കാരൻ ഒരു പുസ്തകത്തിലുള്ളത് എന്താണോ അത് മാത്രമാണ് വായിക്കുന്നത്. അത് ഇന്ന സന്ദർഭത്തിൽ എഴുതിയതാണ്, ആ സന്ദർഭത്തിൽ എഴുതിയതാണ് എന്ന് നോക്കാതെ കൃത്യമായി ഒരു പുസ്തകത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത്, ഒരു ടെക്സ്റ്റിൽ എന്താണോ ഉള്ളത് അതങ്ങനെ തന്നെ മനസ്സിലാക്കുക. അതിൻ്റെ ആശയം ആ പുസ്തകത്തിലൂടെ തന്നെ മനസ്സിലാക്കിയെടുക്കുക. കാരണം ഓരോ വാക്കിനും ഓരോ ടെക്സ്റ്റിനും അതിൻ്റെതായ പ്രത്യേകമായ അർത്ഥങ്ങളുണ്ട്. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറുകയാണെങ്കിൽ വാക്കുകൾക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റുകൾക്ക് മൂല്യമില്ലാതായി മാറും. അന്ന് എഴുതിയ അതേ വാക്കുകൾക്ക് ഇന്നും ആ അർത്ഥം തന്നെ ഉണ്ട്, ഇന്നും അർത്ഥം ഉണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ സാഹചര്യം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മറിച്ച് കൃത്യമായ ടെക്സ്റ്റിലുള്ളത് എന്താണോ അതനുസരിച്ച് വായിച്ചാൽ മതി, അതനുസരിച്ച് അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ഇതിനെയാണ് ടെക്സ്റ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ കോണ്ടെക്സ്റ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, കോണ്ടെക്സ്റ്റൽ മെത്തേഡ് ഉദ്ദേശിക്കുന്നത് സന്ദർഭോചിതമായ വായന എന്നാണ്. ഈ സന്ദർഭോചിതമായ വായന എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ എഴുതിയ ആളുടെ ഈ എഴുതിയത് എന്ത് അവസരത്തിലാണ്, എന്ത് കാരണത്താലാണ് ഇങ്ങനെ എഴുതിയത്, ഇങ്ങനെയുള്ള സന്ദർഭം കൂടി നോക്കേണ്ടതുണ്ട്. കാരണം ഭാഷയ്ക്ക് കാലികമായി പരിവർത്തനങ്ങളും മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ഭാഷാശാസ്ത്രജ്ഞനായ ഡെറിഡ പറയുന്നത് കേട്ടോ, മനുഷ്യന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രൂപത്തിലേ വികസിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ പുസ്തകങ്ങളും അതിലെ വാക്കുകൾക്കനുസരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ തെറ്റിദ്ധാരണകളിലേക്ക് അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കിയേക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ അത് എഴുതിയയാളുടെയും അതുപോലെ വായനക്കാരൻ്റെയും സാഹചര്യത്തിനൊത്ത് മനസ്സിലാക്കേണ്ടതാണ്. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ വലിയ വലിയ ഭാഷാ പണ്ഡിതന്മാരൊക്കെ ഇതേ ആശയമാണ് പറയുന്നത്. സ്കിന്നർ, അതുപോലെ പോക്കോക്ക് എന്നീ ആൾക്കാർ പറയുന്നത് ഒരു കാര്യം വായിക്കുമ്പോൾ അതിലെ ലിംഗ്വിസ്റ്റിക് കോണ്ടെക്സ്റ്റ് അഥവാ ഭാഷാപരമായ സാഹചര്യം മനസ്സിലാക്കിയെടുക്കൽ അത്യാവശ്യമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലോക്ക് എന്ന ഒരാളുണ്ടായിരുന്നു. ലോക്ക് പഴയകാലത്തുള്ള എഴുത്തുകാരനാണ്. ആ എഴുത്തുകാരൻ ഒരു പുസ്തകത്തിൽ ഒരു കാര്യം എഴുതി, ഗവൺമെന്റ് ഈസ് എ ട്രസ്റ്റ് എന്നെഴുതി. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് എന്ന് അന്ന് എഴുതിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ അർത്ഥം അത് അന്നത്തെ സമയത്ത് അയാൾ ഉപയോഗിച്ചതാണ്, ആ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിച്ചതാണ്. അപ്പൊ അത് ആ സന്ദർഭത്തിനനുസരിച്ച് ആശയം മനസ്സിലാക്കിക്കൊള്ളണം. അല്ല എങ്കിൽ അർത്ഥവ്യത്യാസം വന്നേക്കാം. അല്ലെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞതിനെ നമ്മൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കുകയാണെങ്കിൽ തെറ്റിദ്ധരിച്ചേക്കാം. അപ്പോൾ അന്ന് എഴുതുന്ന ആൾക്കാരുടെയും ഇന്ന് വായിക്കുന്ന വായനക്കാരുടെയും ഒക്കെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ വാക്കിനെയും മനസ്സിലാക്കിയെടുക്കാൻ. കോണ്ടെക്ച്വലിസ്റ്റ് പറയുന്നത്
ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരു ക്ലാസിക് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ക്ലാസിക് എന്ന് ഉദ്ദേശിച്ചത് പഴയകാല പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തെ സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. കാരണം അന്നത്തെ ആ ആശയം എന്താണോ അത് മനസ്സിലാക്കണമെങ്കിൽ അത്തരം രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കൽ അത്യാവശ്യമാണെന്നാണ് കോണ്ടക്ച്വലിസ്റ്റുകൾ പറയുന്നത്. കോണ്ടക്ച്വലിസ്റ്റുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഗാഡാമർ. ഇയാൾ ഏത് നാട്ടുകാരാണെന്ന് ആർക്കറിയാം? ഗാഡാമർ. ഈ ഗാഡാമർ എന്നാൾ പറയുന്നത് കോണ്ടക്ച്വൽ അപ്രോച്ച് രീതിയിൽ ക്ലാസിക്കുകളെ അഥവാ പഴയകാല എഴുത്തുകളെ, പഴയകാല പുസ്തകങ്ങളുടെ പ്രാധാന്യത്തെ ഒരിക്കലും അവഗണിക്കുന്നില്ല. കാരണം പഴയകാല പുസ്തകം എന്നുള്ളതും തൊട്ട് ശേഷമുള്ള പുസ്തകങ്ങൾ എന്നുള്ളതും അതിന് തൊട്ട് ശേഷമുള്ള പുസ്തകങ്ങൾ, അങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിലുള്ള പുസ്തകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതാണ്. കാരണം ചരിത്രവും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പുതുതായൊരു ചരിത്രം ഉണ്ടാവില്ല, മറിച്ച് ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന, പരസ്പരം ബന്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ പുസ്തകങ്ങൾക്ക് പ്രാധാന്യം വളരെയധികമുണ്ട്. അപ്പം അതിനെ മനസ്സിലാക്കണമെങ്കിൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് തന്നെ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയാണ്. ഇതോടെ നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ ഗ്രീക്ക് പൊളിറ്റിക്കൽ തോട്ട്